അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ തൽക്കാലം പെർഫെക്റ്റ് സ്ക്വയർ ആയ നമ്പറുകളുടെ റൂട്ട് എങ്ങനെ കണ്ടെത്താൻ നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഏത് 4 ഡിജിറ്റാ 5 ഡിജിറ്റാ 6 ഡിജിറ്റ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് അറിയണേക്കാൾ മുന്നേ നിങ്ങൾ 2-3 കാര്യങ്ങൾ അറിയാണ്ട് എന്നാലേ അത് ചെയ്യാൻ എളുപ്പമുണ്ടാവുള്ളൂ. അതായത് ഏത് നമ്പറിൻ്റെയും സ്ക്വയർ വരുന്ന നമ്പറുകളുടെ ലാസ്റ്റ് ഡിജിറ്റ് സ്ക്വയർ കിട്ടുന്ന നമ്പറില്ലേ, ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇതൊക്കെ വരുള്ളൂ. 0, 1, 4, 9, 6, 5 വരുള്ളൂ. 0, 1, 4, 9, 6, 5 മാത്രമേ ഏത് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് വരുള്ളൂ. ഞാൻ മുകളിലും എഴുതിയിട്ടുണ്ട് 2, 3, 7, 8 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ 2, 3, 7, 8 ഒരു പെർഫെക്റ്റ് സ്ക്വയറിന് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഒരു നമ്പർ കണ്ടാൽ നമുക്ക് മനസ്സിലാകണത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേന്ന് അറിയാൻ ലാസ്റ്റ് ഡിജിറ്റ് 2, 3, 7, 8 തന്നിട്ട് ഇതിൻ്റെ റൂട്ട് കാണാൻ പറഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരിക്കലും വരില്ല സ്ക്വയറിൻ്റെ നമ്പർ കേട്ടോ. ഏതൊക്കെ നമ്പർ 2, 3, 7, 8 വരില്ല. 0, 1, 4, 9, 6, 5 വരാമെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഇവിടെ എക്സാമ്പിൾ നോക്കി. ഞാൻ 0 തൊട്ട് 10 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാനായിട്ട്. ഇപ്പോൾ 0 സ്ക്വയർ, 0, 1 സ്ക്വയർ, 2 സ്ക്വയർ എഴുതുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 0, 1, 4, 9, 6, 5, 6, 9, 4, 1 ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ നമ്പറുകൾ മാത്രമേ വരുന്നുള്ളൂ. അത് 10 വരെ എഴുതി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് നമ്പർ സ്ക്വയറും എടുത്ത് നോക്കിയാലും ഈ നമ്പറിലാണ്ട് വേറൊരു നമ്പറും വരില്ല. അത് ഒന്നാമത് അറിഞ്ഞിരിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്ക്വയറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 വന്നാൽ ഏത് നമ്പറിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 തന്നെ ആയിരിക്കും. 9 ആണെങ്കിലും 1 വരിക. നമ്മൾ കാണാൻ പോകുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഐദർ 1 or 9. ഏത് നമ്പർ വന്നാലും അതിൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ വരിക? 1 ആണ് വരിക. നിങ്ങളുടെ ലാസ്റ്റ് എടുക്കാൻ പോകുന്ന നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് 2ഉം 8ഉം വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് 4 വരുള്ളൂ. 3ഉം 7 ആയാൽ 9, 4ഉം 6ഉം വന്നാൽ 6, 5 വന്നാൽ 5. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ അത് ചില കുട്ടിക്ക് സംശയം ഉണ്ടാവും 2ഉം 9 ആണോ അവസാനം വരിക. അങ്ങനെ കൺഫ്യൂഷൻ വരണമെങ്കിൽ ആലോചിച്ച് വയ്ക്കുക. 1, 2, 3, 4 അതിൻ്റെ സ്ക്വയർ നമുക്കറിയാം. 1, 4, 9, 6 ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത നമ്പർ ഏതാണെന്ന് ലാസ്റ്റ് ഡിജിറ്റ് 1 വരുന്ന അടുത്ത നമ്പർ അറിയാം. ഇവിടെ നോക്കി നിങ്ങൾ 1ഉം 9ഉം വന്ന് നോക്കണം അല്ലേ. 1 വന്നപ്പോൾ 9, 1ൻ്റെയും 9ൻ്റെയും സ്ക്വയറിന് ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. അപ്പോൾ 1 + 9 എത്ര? 10 അല്ലേ. 2 ഡിജിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. ഇവിടെ നോക്കിയാൽ 2 വന്നപ്പോൾ അടുത്ത നമ്പർ 7 അല്ല വന്ന് 8, 2 + 8 10, 3 + 7 10, 4 + 6 അതും 10, 5 + 5 വന്നാലേ 10 വരുന്നുള്ളൂ. അപ്പോൾ 2ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ മനസ്സിലാക്കണം ഇനി ഏത് ഡിജിറ്റായിട്ട് ലാസ്റ്റ് ഡിജിറ്റ് 4 വരിക 8ൻ്റെ ആണ്. കാരണം 2 + 8 10 വരുന്നുണ്ട്. അപ്പോൾ 8ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് മനസ്സിലായി അത് 4 ആണ്. 3യുടെ ലാസ്റ്റ് ഡിജിറ്റ് 3 9 ആണ് നമുക്കറിയാം. പിന്നെ ഏത് നമ്പറിൻ്റെ വരിക 7ൻ്റെ ആണ്. കാരണം 3 + 7 എത്ര? 10. അപ്പോൾ അതും അത് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓർത്തോളൂ. 0, 1, 4 ഇപ്പോൾ 9 എന്നുള്ള നമ്പർ ആണെങ്കിൽ അതിൻ്റെ റൂട്ട് കാണുമ്പോൾ 2 ഓപ്ഷനുള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് 9 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിന് 3യോ 7 വരുള്ളൂ എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കിനി ഓരോ നമ്പറിന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ആദ്യം ഒരു 3 ഡിജിറ്റ് നമ്പർ നോക്കാം, പിന്നെ 4 നോക്കാം, പിന്നെ 5 നോക്കാം. അപ്പോൾ 3 ഡിജിറ്റ് ആദ്യം നോക്കാം. 324 ഞാൻ ഒരു നമ്പർ എഴുതി 324. ഒരു 2-3 സ്റ്റെപ്പിൽ നമ്മൾ ആൻസറിലേക്ക് എത്തും. അത് നിങ്ങൾ കുറേ നമ്പറുകൾ നോക്കിയിട്ട് ചെയ്തപ്പോൾ ശരിയാവുണ്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് ഏതെന്ന് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തു. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ ഏതൊക്കെയോ റൂട്ടിൽ നമ്പർ വരാം? 2ഉം വരാം 8ഉം വരാം അല്ലേ. നമ്മുടെ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിൻ്റെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഐദർ 2 or 8. 2 ഓപ്ഷൻ ഐദർ 2 or 8. അപ്പോൾ ഒരു ഡിജിറ്റ് നമുക്ക് കിട്ടിയോ? ഈ നമ്പർ നോക്കിയാൽ നമ്മുടെ സ്ക്വയർ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഐദർ 2 or 8 മനസ്സിലായി. അടുത്ത നമ്പർ കിട്ടാൻ ഏത് നമ്പർ ആയാലും ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. സ്ക്വയർ റൂട്ട് കാണുമ്പോൾ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ 5 ഡിജിറ്റ് ആയാലും ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്മൾ മൈൻഡ് ചെയ്യില്ല. അവരെ മാറ്റി നിർത്തി പിന്നെയുള്ള നമ്പർ നോക്കും. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു 3 മാത്രമേ വരുന്നുള്ളൂ അല്ലേ. 3 ബാക്കി 2 പോയി കഴിഞ്ഞാൽ 3 സിംഗിൾ ഡിജിറ്റാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഈ 3യുടെ താഴെ വരുന്ന 3യോ 3യുടെ താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏത് നമുക്കറിയണം. നമുക്കറിയാമല്ലോ പെർഫെക്റ്റ് സ്ക്വയർ 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1. അത് ബിലോ 3 ആണ്. പക്ഷേ 2 സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 4. പക്ഷേ 4 ഈസ് മോർ ദാൻ 3 അല്ലേ. 4 ഈസ് മോർ ദാൻ 3 അത് പറ്റില്ല. എബോവ് 3 പറ്റില്ല. ബിലോ 3 വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 1 ആണ് അല്ലേ. 2 എടുക്കാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലായി. 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ 1 ആണ്, അല്ലെങ്കിൽ 18 വരിക. അപ്പോൾ സെക്കൻഡ് ഡിജിറ്റ് കിട്ടി. 12 or 18 ആയിരിക്കും നമ്മളുടെ ആൻസർ. നമുക്ക് ഉറപ്പായി ഐദർ 12 or 18. നമുക്ക് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല അത് 12 ആണോ 8 ആണോ നമുക്ക് ഉറപ്പായിട്ടില്ല. അതിനൊരു സ്റ്റെപ്പ് കൂടി ഈ ക്വസ്റ്റ്യനിൽ ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്പർ 1 ആണ് അല്ലേ. ഇവിടുത്തെ നമ്പർ 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എടുക്കുക. നെക്സ്റ്റ് നമ്പർ 2 ആണ്. 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 2. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 = 2 അല്ലേ. 1 × 2 = 2. ഈ രണ്ട് നമ്പറും കമ്പയർ ചെയ്യും. ഇതിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ്? 3 ഈസ് ഗ്രേറ്റർ ദാൻ 2 അല്ലേ. 3 ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഈ നമ്പർ ഗ്രേറ്റർ ആണെങ്കിൽ ഇതിലത്തെ ലാർജസ്റ്റ് നമ്പറിലേക്ക് നമ്മൾ റൂട്ട്
18. ക്ലിയർ ചെയ്യും? ഈ രണ്ട് നമ്പർ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഇവിടെയാണ് ലാർജസ്റ്റ് എന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് നമ്പർ, ഇവിടെ സ്മോളസ്റ്റ് ആണെങ്കിൽ അതിലെ സ്മോളസ്റ്റ് നമ്പർ എടുക്കണം. ഇവിടെ 2ഉം 3 എടുത്തപ്പോൾ 3 ഈസ് ഗ്രേറ്റർ ദാൻ മോർ ദാൻ 2. സോ വി ഹാവ് ടു സെലക്ട് ദ സെക്കൻഡ് ലാർജ് നമ്പർ, ദാറ്റ് ഈസ് 18 ഈസ് അവർ ആൻസർ. ക്ലിയർ അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ എന്ത് സ്റ്റെപ്പുകൾ അറിയാമല്ലോ? ഫസ്റ്റ് ഡിജിറ്റ് കിട്ടാനായിട്ട് 4 നോക്കണം. ആ 4 ഇതൊക്കെ പറഞ്ഞ ഓപ്ഷൻ നോക്കണം. ഐദർ 2 or 8 എന്ന് മനസ്സിലായി, അത് ആദ്യം എഴുതി വെച്ചു. പിന്നെ നമ്മൾ രണ്ട് ഡിജിറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി നമ്പർ 3 ആണ്. ദ പെർഫെക്റ്റ് സ്ക്വയർ ബിലോ 3 ഈസ് 1. 1 സ്ക്വയർ ഈസ് 1. ആ നമ്പർ സെലക്ട് ചെയ്താൽ ഇവിടെ 1 എഴുതുക, ഇവിടെ 8 എഴുതുക. അടുത്ത ഇതിന് സെലക്ഷൻ കിട്ടാനായിട്ട് നെക്സ്റ്റ് നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 2 2 ആണെങ്കിൽ 2 ഈസ് ലെസ് ദാൻ 3 or 3 ഈസ് മോർ ദാൻ 2. അങ്ങനെ വന്നാൽ ഈ 3 ഗ്രേറ്റർ ആണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എടുക്കുക, അല്ലെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ എടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത നമ്പർ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു 4 ഡിജിറ്റ് നമ്പർ നമുക്ക് നോക്കാം കേട്ടോ. 4 ഡിജിറ്റ് 5 4 7 6 ഒരു 4 ഡിജിറ്റ് നമ്പർ നമ്മൾ നോക്കി. എത്രയും കുഴപ്പമില്ല, റൂളുകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. എന്താ റൂൾ? ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് ഡിജിറ്റ് മൈൻഡ് ചെയ്യണം. ലാസ്റ്റ് ഡിജിറ്റ് 6. അപ്പോൾ ഇവിടെ നോക്കി 6 വരുമ്പോൾ 2 ഓപ്ഷനുള്ള സ്ക്വയർ റൂട്ടിന് ഐദർ 4 or 6. അതായത് ആദ്യം പഠിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞത്. ഇവിടെ 6 നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ടിൻ്റെ ഡിജിറ്റ് ഐദർ 4 or 6. അപ്പോൾ അതാണ് എഴുതി വയ്ക്കുക, ഐദർ 4 or 6. സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞ ഓർമ്മയില്ലേ? 2 ഡിജിറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് 2 ഡിജിറ്റ് ഇപ്പോൾ ഒഴിവാക്കണം, അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ നമ്പർ 54 ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ബിലോ 54 ഏതാ? 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64. ദാറ്റ് ഈസ് മോർ ദാൻ 54. മോർ ദാൻ അതൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ബിലോ 54 49 ഈസ് പെർഫെക്റ്റ് സ്ക്വയർ. 7 സ്ക്വയർ. അപ്പോൾ 7 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടി ഐദർ 74 or 76. 2 ഓപ്ഷനായി, 74 or 76. ഇപ്പോഴും നമുക്ക് കൺഫേം ആയിട്ടില്ലല്ലേ? ഇനി ഏത് നമ്പർ ഉണ്ട്? ലാസ്റ്റ് സ്റ്റെപ്പ് ഓർമ്മയില്ല നിങ്ങൾക്ക്? ഇവിടെ 7 ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എടുക്കുക. 7 നെക്സ്റ്റ് നമ്പർ ഈസ് 8. 7 into 8 56. കമ്പയർ ചെയ്തോളൂ. 54 ഈസ് ലെസ് ദാൻ 56. നേരത്തെ ഗ്രേറ്റർ ആയിരുന്നു. 54 ഈസ് ലെസ് ദാൻ 56. സോ വി ഹാവ് ടു സെലക്ട് 74 ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് നമ്പർ. സ്ക്വയർ റൂട്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത മാതിരി തന്നെയാണ്, ഡിജിറ്റ് ഒന്ന് മാറിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ 3 ഡിജിറ്റ് കഴിഞ്ഞ് ഒരു 5 ഡിജിറ്റ് നോക്കി നോക്കാം. 5 ഡിജിറ്റ് നോക്കാം. ഇതേപോലെ തന്നെ റൂളൊന്നും ഒരു മാറ്റമില്ല. 4 0 8 0 4 4 0 8 0 4. നേരത്തെ പോലെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിജിറ്റ് 4, ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 4 ആണെങ്കിൽ നമ്മൾ നോക്കി പഴയ പോലെ ഇവിടെ 4 വന്നാൽ ഏത് വരാം? 2ഉം 8ഉം. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ 2 ഓപ്ഷൻ 1 ഉം 9. ഇവിടെ ലാസ്റ്റ് 4 ആയതുകൊണ്ട് നമ്മൾ 2ഉം 8ഉം എടുത്തു. അപ്പോൾ ഒരു ഡിജിറ്റ് കിട്ടി 2 or 8. അത് ഫസ്റ്റ് ഡിജിറ്റ്. സെക്കൻഡ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 5 ഡിജിറ്റ് 6 എത്രയായാലും കുഴപ്പമില്ല, ലാസ്റ്റ് ഡിജിറ്റ് അവോയ്ഡ് ചെയ്തു. പിന്നെ നമുക്ക് 408 ആണ് പറഞ്ഞത്. 408 താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഞാൻ നിങ്ങളോടൊരു 26 വരെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കേട്ടോ. പഠിച്ചു വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 408 താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആണ് 20 സ്ക്വയർ. 20 സ്ക്വയർ ഈസ് ഈക്വൽ ടു 400. കാരണം 2 സ്ക്വയർ 4 ആണ്, 2 0 ആഡ് ചെയ്താൽ 400 ആണ് വരിക. അപ്പോൾ 20യുടെ സ്ക്വയർ ആണ് 400. അത് ബിലോ 408 ആയതുകൊണ്ട് നമുക്കിവിടെ ആൻസർ കിട്ടി. ഇവിടെ 20, ഇവിടെ 20. അപ്പോൾ ഐദർ 202 or 208 ആണ് നമ്മളുടെ ആൻസർ. ഒരു സ്റ്റെപ്പ് ഇടും കഴിഞ്ഞാലേ ആൻസർ കിട്ടുള്ളൂ. ഇത് 208 ഓർ വെച്ച് നമുക്ക് ആൻസർ പേപ്പറിൽ എഴുതാൻ പറ്റില്ലല്ലോ അല്ലേ? ഐദർ 208 എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യാറ്? ഇവിടെ നമ്പർ 20 ആയിരുന്നു. നെക്സ്റ്റ് നമ്പർ പഴയ നമ്മൾ 7 കഴിഞ്ഞ് 8 ചെയ്താൽ 20. അടുത്ത നമ്പർ 21. 20 into 21. 21 into 2 42. ഒരു 0 ആയിട്ട് പറയാം. 420 ആണ് ആൻസർ വരുന്നത് അല്ലേ? 21 into 20 is equal to 21 into 2 42. ഒരു 0 420 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. ഞാൻ കിട്ടാത്ത 20 ചെയ്തിട്ട് അതിനൂടെ 20 ആഡ് ചെയ്താലും മതി കേട്ടോ. 20 20 400. ഇത് 21 20 ഒരു 20 കൂടെ ആഡ് ചെയ്യുക അല്ലേ? 420 കിട്ടി. കമ്പയർ ചെയ്തോളൂ. 408ഉം 420 വിച്ച് ഇസ് ഗ്രേറ്റർ? 420 ഈസ് ഗ്രേറ്റർ 402. അപ്പോൾ ഇവിടെ 408 ലെസ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്മോളസ്റ്റ് നമ്പർ സെലക്ട് ചെയ്തു. 408 ഈസ് ലെസ് ദാൻ 420. സോ അവർ ആൻസർ ഈസ് 202.